ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ആരും കാണാൻ മറന്നു വേണ്ട, അടിപൊളിയാണ്. അങ്ങനെ ശ്രുതിയും എല്ലാവരും കൂടി അമ്പലത്തിലെത്താണ്. അവിടെ വെച്ച് ചന്ദ്ര പറയും, തിരുമേനി ഇതാണ് എൻ്റെ മരുമോൾ. അപ്പം ആ തിരുമേനി പറയും, പറഞ്ഞതൊന്നും മറന്നു വേണ്ട, എങ്കിലേ പരിഹാര കർമ്മത്തിന് ഒരു ഫലം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ തന്നെ ചന്ദ്ര പറയും ശ്രുതിയുടെ അടുത്ത്, ശ്രുതി നടക്ക്, ഇനിയും നിന്നാ നേരം വഴുകും എന്നും പറഞ്ഞ് രേവതിയോട് പറയാണ്, രേവതി നീ വേണം ആ കുടത്തിലെ വെള്ളം ശ്രുതിയുടെ തലവഴി ഒഴിക്കാൻ. ഇത് കേട്ട ശ്രുതി, അയ്യോ ആന്റി, ഞാൻ രാവിലെ കുളിച്ചതാ, പിന്നെന്തിനാ ഈ കുടത്തിലെ വെള്ളം എന്റെ തലവഴി ഒഴിക്കുന്നത്? ആഹാ, ആ കുളിയല്ല ഈ കുടി. ഇത് പരിഹാര കർമ്മങ്ങൾ നടത്തുന്നതിന് മുൻപേ ഈ കുടത്തിലെ വെള്ളം കൊണ്ട് നമ്മൾ ശുദ്ധിയാവണം എന്നും പറഞ്ഞ് രേവതിയോട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ രേവതി കുടത്തിലെ വെള്ളം ഒഴിക്കാണ്. 3 കുടം ഉണ്ടാവും കേട്ടോ. അതിൽ 2 കുടം പാരുമ്പോൾ തന്നെ മതി ആൻറ്റി പോരാ, രേവതി ആ കുടത്തിലെ വെള്ളം കൂടി ഒഴുക്കി എന്ന് പറഞ്ഞിട്ട് 3 കുടം പൂർത്തിയാക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി പറയും, കഴിഞ്ഞില്ല ആൻറ്റി, ഇനി നമുക്ക് വീട്ടിൽ പോകാലോ. കഴിയേ, ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വീണ്ടും വലിച്ചോണ്ട് പോവാണ്. ആന്റി ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന ആന്റി, നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് ശ്രുതി പറയുമ്പോൾ, ഇത് ക്ഷേത്രമായി പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ വലിച്ചോണ്ട് പോവാട്ടോ ചന്ദ്ര. എന്നിട്ട് അമ്പലത്തിന്റെ വേറൊരു ദിക്കിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ശ്രുതിയോട് ചന്ദ്ര. എന്താ ശ്രുതി മടിച്ചു നിൽക്കുന്നത്? എന്റെ അത്ര പോലും ഒരു താല്പര്യം നീ കാണിക്കാത്തത് എന്താ? നിന്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ? വേണം ആന്റി എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം, ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചു ആന്റി, നമുക്ക് വീട്ടിൽ പോവാം. കഴിഞ്ഞില്ല ശ്രുതി, നീ ഭഗവാന്റെ മുൻപിൽ 10 തവണ ഏത്ത ഇടണം. അയ്യോ, 10 തവണയോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, 10 കണക്ക്, ഏത്ത ഇട് ശ്രുതി എന്ന് ചന്ദ്ര നിർബന്ധിച്ച് ഏത്ത ഇടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 8 തവണ ആവുമ്പോഴേക്കും നിർത്തിയിട്ട്, 10 തവണ ഞാൻ ഏത്ത ഇട്ടു ആൻറ്റി, ഇനി നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, 8 തവണയേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വർഷയും പറയട്ടോ, ഞാനും എണ്ണിയതാ 8 തവണയേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രവി പറയും, എന്താ മോളെ ഇത്, ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ കള്ളം വേണോ? ഭഗവാന്റെ കോപം കിട്ടും കേട്ടോ, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, 2 തവണ കൂടി ഏത്ത ഇട്ട് അത് പൂർത്തിയാക്ക്, ചെയ്തതിനൊന്നും ഫലം കാണാതെ പോവരുത് ശ്രുതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ 2 തവണയും കൂടെ ഏത്ത ഇടാണ്. അപ്പോഴേക്കും കുഴഞ്ഞൊരു പരിവാവും കേട്ടോ. ബാ ആൻറ്റി, ഇനി വീട്ടിൽ പോവാം. വീട്ടിൽ പോകാനാവുമ്പോൾ ഞാൻ പറഞ്ഞോളാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്നില്ല എന്ന് പറയാട്ടോ ചന്ദ്ര. അങ്ങനെ കാറിലിരുന്ന് നീലിമ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി, ഇവിടെ എവിടെയോ ആണെന്നല്ലേ പറഞ്ഞത്, അമ്പലം എത്താറായോ എന്ന് ചോദിക്കാട്ടോ. എത്താറായി മാഡം കൂടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്ന് പറയുമ്പോൾ നീലിമ സമ്മതിക്കാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിന്റെ അവിടെ എത്തുമ്പോൾ സച്ചി പറയുന്നുണ്ട്, മാഡം അമ്പലം എത്തി, എൻ്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ ഉണ്ട്, മാഡം വരികയാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുകയെങ്കിൽ കൂടെ ചെയ്യാലോ. ശരി സച്ചി എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൂടെ വരികയാണ്. അപ്പോൾ തന്നെ കോള് വരികയാണ് കേട്ടോ നീലിമയ്ക്ക്. സച്ചി, ഇതൊരു അർജന്റ് കോളാണ്, സച്ചി അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ, അധികം ലേറ്റ് ആവരുത്, ഞാനിവിടെ ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. ഓക്കെ മാഡം എന്ന് പറഞ്ഞ് കാറിൽ ഇരുന്നോളാൻ പറയാം കേട്ടോ സച്ചി. AC ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ സച്ചി അമ്പലത്തിലേക്ക് കയറാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ശ്രുതിയോട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, അച്ഛാ, മലേഷ്യൻ അച്ഛനെ പുറത്തിറക്കാനേ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കല്ല വേണ്ടത്, കോർട്ടിൽ പോയി വാദിക്കാ വേണ്ടത്. അല്ലെങ്കിൽ തന്നെ എന്നോട് എന്തിനാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്? ഞാൻ വന്നില്ലെങ്കിൽ എന്താ മലേഷ്യൻ അച്ഛനെ വിടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ചന്ദ്ര പറയും, രേവതി ഇവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാ. മിണ്ടാതിരിക്കുക സച്ചിയേട്ടാ എന്ന് പറയട്ടോ രേവതി. അങ്ങനെ അടുത്ത കർമ്മം നടത്താൻ പോവാണ് നമ്മുടെ ശ്രുതിയുടെ. ഈ കർപ്പൂരം കത്തിക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയാൻ കേട്ടോ ചന്ദ്ര. അപ്പോഴേക്കും ശ്രുതി ചോദിക്കും, ഇത് തട്ടിൽ വെച്ചല്ലേ അമ്മ കത്തിക്കേണ്ടത്? അല്ലല്ല, ശ്രുതിയുടെ കയ്യിൽ വെച്ച്. അയ്യോ ആന്റി, എന്റെ കൈ പൊള്ളും. പറ്റില്ല, ഒന്നും സംഭവിക്കില്ല, ഭഗവാനെ നല്ലതായിട്ട് മനസ്സിൽ വിചാരിച്ചങ്ങ് കത്തിച്ചാൽ മതി, കൈ പൊള്ളില്ല. ഇല്ല ആന്റി, ഇതെനിക്ക് പറ്റില്ല ആന്റി. ശ്രുതി, നീ കൈ ഇങ്ങ് കാട്ട് എന്നും പറഞ്ഞ് ചന്ദ്ര കയ്യിൽ വെച്ച് കത്തിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ സച്ചി പറയാം, ഇത് കൊള്ളാം, ഇത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. നമ്മുടെ രേവതി പറയും, സച്ചിയേട്ടാ ഒന്ന് മിണ്ടാണ്ടിരിക്കെ. അങ്ങനെ കത്തിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ ചുറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അലറി വിളിക്കാണ്, അയ്യോ നീറുന്നുണ്ട് ആന്റി, മതിയാക്ക്. അപ്പോൾ രവി പറയുന്നുണ്ട്, മതി ചന്ദ്രേ, അതങ്ങ് തട്ടിക്കളഞ്ഞേക്ക് എന്ന് പറയുമ്പോഴേക്കും, ഇല്ലില്ല, ഇതൊക്കെ പരിഹാര കർമ്മത്തിൽ പെട്ടത് തന്നെയാ, ഒന്ന് ഒഴിവാക്കിയല്ലേ ഫലം കാണാതെ പോവും. ഇല്ല മോളെ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചുറ്റിക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചി പറയും, സ്വന്തം അച്ഛന് വേണ്ടി ഇങ്ങനെ
ത്യാഗം സഹിക്കണേന് എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയട്ടോ ശ്രുതി. എന്നിട്ട് കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ, അത് ചൂടായിട്ടാ എന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി ഏറ്റുപിടിക്കുന്നുണ്ട്. വിയർപ്പായി അവളുടെ കണ്ണിൽ വെള്ളം പോയതാ എന്നല്ലേ അവള് പറഞ്ഞത്. എന്താ മോൾക്ക് അച്ഛനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് നമ്മുടെ സച്ചി. അതിനുശേഷം സച്ചി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ വണ്ടിയിൽ ഒരു മാഡം വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് പോണം. എടാ, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് കുടുംബത്തിലെ എല്ലാരും ഇവിടെ വേണമെന്നാ എന്ന് പറഞ്ഞ് 5 മിനിറ്റും കൂടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അടുത്തത് തുടങ്ങിയിട്ടുണ്ടാവും, ശയന പ്രദർശനം ആയിരിക്കും. അങ്ങനെ അത് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അതെ രേവതി, ഞാൻ വിചാരിച്ചതേ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞ അവിടുന്ന് ഓടിച്ചു കാണുന്ന. ഇപ്പോക്ക് പോയാൽ നമ്മുടെ പൗഡർ എടുത്തി വീട്ടിൽ നിന്ന് ഓടേണ്ടി വരുന്ന തോന്നുന്നതെന്ന് പറയുമ്പോൾ സച്ചിയേട്ടാ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു പറയട്ടോ രേവതി. അതിനുശേഷം നമ്മുടെ രവി സച്ചിയോട് പോയിക്കോളാൻ വേണ്ടിയിട്ട് പറയണുണ്ട്. അപ്പൊ പെട്ടെന്ന് അവിടുന്ന് പോവാണേ. സച്ചിയുടെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നീട് സച്ചിയെ കാണാഞ്ഞിട്ട് നീലിമ പുറത്തിറങ്ങി സംസാരിക്കുകയാണ് കേട്ടോ ഫോണില്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ നീലിമയാണെങ്കിൽ അത് കാണും. നേരെ സച്ചിയുടെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഫോണിൽ വിളിച്ചിട്ട് സച്ചിയുടെ കാറിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.